പിണറായി വിജയൻ ഹിന്ദുവിന് നൽകിയ ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു കാര്യം, അതായത് സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രം ദേശീയവിരുദ്ധ പ്രവർത്തകർ മലപ്പുറമാണ്, അത് മാറുന്ന CPM സമീപനത്തിന്റെ ഒരു തുടക്കമായിട്ട് കാണുന്നുണ്ട്. അല്ല, മാറുന്ന CPM സമീപനത്തിന്റെ തുടക്കമായിട്ട് എന്നതിനെ അങ്ങനെ അടിവരട്ട് പറയാൻ കഴിയും. അത് മാറുന്ന പിണറായിയുടെ എന്താ പറയുക രീതിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഈ സഖാവ് പിണറായിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ ഒരു സ്വയം തീരുമാനത്തിന്റെയും മലപ്പുറം ജില്ല ഈ ക്രിമിനലുകളുടെ ഒരു നാടാണ് എന്ന് എത്തിക്കുക, അതിന് ഈ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ പരിപൂർണ പിന്തുണ അദ്ദേഹത്തിന് കിട്ടുക, ഇവിടെ പ്രവർത്തിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഈ പറയുന്ന ഒരു വണ്ടിയിൽ 3 ആൾ പോകുമ്പോൾ 3 ആളുടെ പേരിലും FIR ഇടുക, ഒരു ലോഡ് മണൽ കൊണ്ടുപോയാൽ ആ മണൽ തൊഴിലാളികളുടെ കുടുംബത്തിന്റെ അടക്കം പേരിൽ കേസിടുക, ഇങ്ങനെ പ്രതികളുടെ എണ്ണവും FIRന്റെ എണ്ണവും വർദ്ധിപ്പിക്കുന്ന ആ രീതി ഈ സുജിത് ദാസിന്റെ കാലഘട്ടമാണ് തുടങ്ങുന്നത്. അതിന് നടപടി CPM നേതൃത്വം, ജില്ലാ നേതൃത്വം എടുത്തില്ല എന്ന് മാത്രമല്ല, അതിനെ പ്രോത്സാഹിപ്പിച്ചു. ഇനി രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരു ചോദ്യം വരും, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത ജില്ല ഏതാണെന്നൊരു ചോദ്യം വരും. ആ ചോദ്യം വരുമ്പം സ്വാഭാവികമായിട്ടുള്ള മലപ്പുറം ജില്ല. അപ്പോൾ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത എന്താ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ ഉണ്ടാകാൻ കാരണം? അവിടെ 90% അല്ലെങ്കിൽ 85% മുസ്ലിങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങളൊക്കെ ക്രിമിനലുകളാണ്, അടിസ്ഥാനപരമായ ഇവരുടെ സ്വഭാവം ക്രിമിനലിസമാണ് എന്ന് പറയാം. ആ ഒരു രാഷ്ട്രീയത്തിന് അരിപ്പറ്റി നിന്ന് കൊടുക്കുക, അതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സത്യത്തിൽ മലപ്പുറം ജില്ലയിലെ CPM നേതൃത്വം എടുത്തിട്ടുള്ളത്. അതിന്റെ ഒക്കെ പരിണിത ഫലം. അതോടൊപ്പം ഇവരെയൊക്കെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും അവർക്കൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനും പോലീസ് എന്ത് തമ്മാടിത്തം ചെയ്താലും അതിലൊരു അംശം പറ്റുക എന്നതിലപ്പുറം ഒരു ജനാധിപത്യ ഒരു എന്താ പറയാ നീതിയോ ഇവിടെ ജില്ലയിൽ നടന്നിട്ടില്ല എന്നതിന്റെ വസ്തുതകളാണല്ലോ അപ്പോൾ പുറത്തു വരുന്നത്. അല്ല, ഈ ഒരു ലേഖനത്തിനെതിരെ ഒരു കാലത്ത് കേട്ടില്ല, ഈ ഹിന്ദുവിന്റെ ലേഖനത്തിലെ പരാമർശത്തിനെതിരെ ഒരു കാലത്ത് CPMനൊപ്പം പല പ്രതിസന്ധികളിൽ നിന്ന് മുസ്ലിം ജമാഅത്താകട്ടെ, അങ്ങനെ മുസ്ലിം മതങ്ങളൊക്കെ രംഗത്ത് വരുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഒരു കാലത്ത് CPMനെയും പിണറായിയും അനുകൂലിച്ചവരൊക്കെ ഇപ്പം മറുവശത്തേക്ക് മാറുന്നു. അത് CPM അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നതാണോ എന്നാണ്. ഇല്ല, ഇപ്പോ CPM വലിയൊരു തെറ്റിദ്ധാരണയിലാണ്. നേതൃത്വത്തിന്റെ വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നേതൃത്വം വിലയിരുത്തി വന്നിരിക്കുന്നത് അമിതമായ മുസ്ലിം പ്രീണനം കൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ വലിയൊരു പരാജയമുണ്ടായി എന്ന ഒരു കണ്ടെത്തലിലാണ് പാർട്ടിയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് വന്നിട്ടുള്ളത്. അത് തീർത്തും തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.